നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 9 മുതൽ 15 വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി മേടക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തിക ലാഭം, കർമ്മ പുരോഗതി, തൊഴിൽ കർമ്മ മേഖലയിൽ നിന്ന് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കാം. യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനയാത്രകളിലും ദീർഘദൂര യാത്രകളിലും ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതുമാണ്. വാക്കിലും സംസാരത്തിലും പ്രത്യേകം ജാഗ്രത പുലർത്താൻ ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായ ഗുണം, നേട്ടം, ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പ്രവൃത്തി, ജോലി, കർമ്മ മേഖലയിൽ നിന്ന് ട്രാൻസ്ഫർ, സ്ഥാനക്കയറ്റം എന്നിവ ലഭിച്ചേക്കാം. പ്രവർത്തനത്തിൽ നിന്ന് ഗുണം ലഭിക്കും. കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്, സംരംഭം എന്നിവയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വരുമാനത്തിൽ വർധനവോ ലാഭമോ ഉണ്ടാകാം. കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും സഹായങ്ങളും ലഭിച്ചേക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ചികിത്സകൾ എന്നിവയിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർക്ക് ഈ വാരം മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രയാസങ്ങളോ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളോ മറ്റോ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വീഴ്ച, പരുക്ക് മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട്. ആയതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ വഴക്ക്, മനപ്രയാസങ്ങളോ മറ്റോ ഉണ്ടാകാതിരിക്കാനും ജാഗ്രത വേണം. കുടുംബദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട വാരം കൂടിയാണ് മിഥുനക്കൂറുകാർക്ക്. കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം കർമ്മ, ജോലി, പ്രവൃത്തി മേഖലയിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. സഹപ്രവർത്തകരുമായുള്ള സംസാരത്തിൽ മിതത്വം പാലിക്കുക. തൊഴിലിൽ നിന്ന് ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളോ അമിത ജോലി ഭാരമോ വീഴ്ച എന്നിവയ്ക്കും സാധ്യതയുള്ള വാരമായതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ഏറെ ജാഗ്രത പുലർത്തുക. മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക. ചിലവുകൾ വർദ്ധിക്കാം. അലർജി, ശാരീരിക പ്രയാസങ്ങൾ മറ്റോ ഉണ്ടാകാനും ഇടവരുന്നതാണ്. ചിങ്ങക്കൂറ് കർമ്മപ്രവർത്തന മേഖലയിൽ ഗുണം ലഭിക്കും. പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിലവിലെ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം, സ്ഥാനക്കയറ്റം മുതലായവ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഗുണം, ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ലോട്ടറി ഭാഗ്യങ്ങളോ ലോൺ, ചിട്ടി മുതലായവയിൽ നിന്ന് പണം നേടാനോ പണം ലഭിക്കാനോ സാധ്യതയുള്ള വാരമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചേക്കാം. സംരംഭങ്ങൾ, ബിസിനസ്, കൂട്ടുകച്ചവടങ്ങൾ മുതലായവ ചെയ്യുന്നവർക്കിടയിൽ നിന്ന് സാമ്പത്തിക ലാഭം, നേട്ടം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അലർജി, ജീവിതശൈലി രോഗങ്ങൾ മുതലായവയിൽ നിന്ന് ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. കന്നിക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ആശ്വാസം ലഭിക്കാവുന്ന വാരമാണ്. പുതിയ തൊഴിലോ കർമ്മ മേഖലയിൽ മാറ്റങ്ങളോ മറ്റോ ഉണ്ടാകാവുന്ന വാരമാണ്. തൊഴിലിടങ്ങളിൽ സംസാരത്തിൽ ഏറെ ജാഗ്രത പുലർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. യാത്രകളിലും മറ്റും ശ്രദ്ധ വേണം. അപകടങ്ങളോ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് കന്നിക്കൂറുകാർക്ക്. പൊള്ളൽ, മുറിവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തണം. കുടുംബദാമ്പത്യ വിഷയങ്ങളിൽ പ്രയാസങ്ങളോ മറ്റോ ഉണ്ടാകാം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്. തുലാക്കൂറുകാർക്ക് കർമ്മപ്രവൃത്തി മേഖലയിൽ ഗുണം, വിജയം, സാമ്പത്തികമായി ഗുണം, നേട്ടം, സാമ്പത്തിക പുരോഗതി എന്നിവ ലഭ്യമാകും. തൊഴിലിടങ്ങളിൽ സംസാരത്തിലും പ്രവൃത്തിയിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കിൽ മിതത്വം പാലിക്കുക. തൊഴിലിൽ ജോലി ഭാരം കൂടിയേക്കാം. മാനസിക പിരിമുറുക്കം എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. സംരംഭം, ബിസിനസ് എന്നിവയിൽ നിന്ന് ലാഭമുണ്ടാകാം. കുടുംബദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അഭിപ്രായ ഭിന്നത, കലഹ സാധ്യത എന്നിവ നിലനിൽക്കുന്നതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്.
വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിൽ തേടുന്നവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ്. കർമ്മ മേഖലയിൽ ജോലിഭാരം, അമിതമായ ടെൻഷൻ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. തൊഴിലിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുമായുള്ള സംഭാഷണത്തിൽ വാക്കിലും സംസാരത്തിലും മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുവഴി മാനസിക പ്രയാസങ്ങളോ ടെൻഷനോ ഉണ്ടായേക്കാം. സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പണവിനിമയത്തിൽ ജാഗ്രത പുലർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യാത്രകളിലും വാഹനയാത്രകളിലും ശ്രദ്ധിക്കുക. വീഴ്ച, പരിക്ക്, അപകടാവസ്ഥകളോ മറ്റോ ഉണ്ടായേക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എതിർപ്പ്, ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ധനുക്കൂറ് കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. പുതിയ തൊഴിൽ കണ്ടെത്താനാകും. ജോലി തേടുന്നവർക്ക് ആശ്വാസം ലഭിക്കാം. സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിച്ചേക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ, കലഹസാധ്യതകൾ, പ്രശ്നങ്ങൾ എന്നിവ നിലനിൽക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീഴ്ച, പരിക്ക് എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ യാത്രാവേളകളിൽ ശ്രദ്ധിക്കുക. മകരക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കാവുന്ന വാരമാണ്. വരുമാനത്തിൽ വർധനവുണ്ടായേക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ ഏറെ ശ്രദ്ധിച്ചും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടും മാത്രം ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ നഷ്ടങ്ങളോ മറ്റോ ബിസിനസ്സിൽ നിന്ന് ഉണ്ടായേക്കാം. മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. വീഴ്ചയോ പരുക്കോ മറ്റോ ഉണ്ടായേക്കാം. ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുംഭക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ആശ്വാസം ലഭിക്കാവുന്ന വാരമാണ്. തൊഴിലിടങ്ങളിൽ നിന്ന് ഗുണം, ആശ്വാസം, സന്തോഷം എന്നിവ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട വാരമാണ്. അലർജി, ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കലഹസാധ്യതകൾ, ശത്രുഭയങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കാവുന്ന വാരമാണ്. യാത്രകളിൽ ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ച് വാഹനയാത്രകളിൽ ശ്രദ്ധിക്കുക. വീഴ്ചയോ പരുക്കോ മറ്റോ ഉണ്ടാകാനും ഇടയുള്ള വാരമായതിനാൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മീനക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ഗുണം ലഭിക്കാം. കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചേക്കാം. കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. പുതിയ തൊഴിൽ കണ്ടെത്താനോ തൊഴിലിൽ വ്യാപിക്കാനോ സാധ്യതയുള്ള വാരമാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കലഹസാധ്യതകൾ, തെറ്റിദ്ധാരണകൾ എന്നിവ ഉണ്ടായേക്കാം. ശത്രുഭയം, ശത്രുക്കൾ ഉണ്ടാകാനും ഇടയുണ്ട്. യാത്രകളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനയാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച, പരിക്ക് എന്നിവ സംഭവിക്കാനും ഇടയുണ്ട്. അലർജി, പ്രയാസങ്ങൾ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് മീനക്കൂറുകാർക്ക്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.